ഗുഡ് ബാഡ് അഗ്ലി AK ഫാൻസിന് ഒരു പെരിയ ട്രീറ്റാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മാഫിയ ലോകത്തേക്ക് അജിത് കുമാർ വീണ്ടും എത്തുമ്പോൾ അതിൽ ഉള്ളടക്കം എങ്ങനെയായിരിക്കുമെന്നത് രണ്ടാമത്തെ കാര്യം. സകല ഫാൻസിനും കാണാനായി കാലങ്ങളോളം കാത്തിരുന്ന സ്ക്രീൻ പ്രസൻസും സ്റ്റൈലുമൊക്കെയായി പക്ക മാസ് വൈബ് തന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി ടീസർ തന്നിട്ടുള്ളത്. ചെറുപ്പവും മറ്റുമൊക്കെ അജിത്തിന്റെ വേറിട്ട ഗെറ്റപ്പുകൾ തന്നെയുണ്ട് ഒരു ട്രീറ്റായി. അത് പലതും പ്രേക്ഷകരെ കോരിത്തെറിപ്പിച്ച പല പടങ്ങളിലെയും. AKയുടെ ഗെറ്റപ്സ് നോക്കിയാൽ ഗുഡ് ബാഡ് അഗ്ലി സിഗ്നേച്ചർ സ്റ്റൈൽ നമ്മൾ പോസ്റ്ററിലൊക്കെ കണ്ടതാണ്. അതുകൂടാതെ ഇതേ ടാറ്റു ഒക്കെ പച്ചുകുത്തിയിട്ടുള്ള ചെറുപ്പകാല വെർഷന്റെ മറ്റൊരു ഗെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു റെട്രോ സ്റ്റൈലും ഫൈനലി സാക്ഷാൽ ബില്ലയുടെ ലൊക്കേഷനിൽ നിന്ന് അതേപടി ഇറങ്ങി വന്നിട്ടുള്ള പോലൊരു ഗെറ്റപ്പും. ഇതിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പടം കാണുമ്പോഴറിയാം. അജിത്തിന്റെ ക്യാരക്ടറിന്റെ പേരും AK എന്ന് തന്നെയാണെന്ന് തുടക്കത്തിലെ ഡയലോഗിലൂടെ കാണിച്ചു വരുന്നുണ്ട്. ടീസറിലെ ചില കട്ട്സും ഫ്രെയിംസും എല്ലാം നല്ല രീതിയിൽ ദ ഗാങ്സ്റ്റർ, ദ കോപ്പ് ആൻഡ് ദ ഡെവിൾ വൈബ് കൊണ്ടുവരുന്നുണ്ട്. ചിത്രത്തിൽ AKയ്ക്ക് ഒരു ജയിൽവാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഡ്രസ് ധരിച്ചിരിക്കുന്നത് വഴി. അതേപോലെ ജയിലിലേക്ക് വിലങ്ങിട്ട് വരുന്നതായി ഈ ഷോട്ടിൽ കാട്ടുമ്പോൾ തടവ് പുള്ളികളെല്ലാം ആർത്തു വിളിക്കുന്നതിലൂടെ ഇദ്ദേഹം ഒരു ടെറർ ഐറ്റം തന്നെയാണെന്ന് ടീസ് ചെയ്യുന്നുണ്ട്. ഒരു വെള്ളക്കോട്ടിട്ടാണ് AK ജയിലിലേക്ക് വരുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഈ KGF സ്റ്റൈൽ സിറ്റുവേഷനും ഈ ഗോഡൌൺ ഫൈറ്റിനും ശേഷമായിരിക്കാം ജയിലിലേക്ക് എത്തുന്നത്. ഫൈറ്റ് സീക്വൻസ് നോക്കിയാൽ ഇതുകൂടാതെ മറ്റ് 3 ടീസിങ് കൂടെ വരുന്നുണ്ട്. ജയിലിൽ കാക്കിയിട്ടുള്ള രംഗം, കൂടാതെ ഈ ഡാർക്ക് AK സിറ്റുവേഷൻ, പിന്നെ ഈ മുള്ളൻ കോട്ടിട്ടുള്ള ബാർ ഫൈറ്റ് ബ്ലാസ്റ്റും. ഒരു കാര്യം നോക്കേണ്ടത് ഈ 4 ആക്ഷനും സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലുള്ളതാണ്. അപ്പോൾ പിന്നെ ഫ്ലാഷ് ബാക്കിലെ ഇൻക്ലൂഡിംഗ് കാർ ചേസിംഗ് ആക്ഷൻ സീൻസ് ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് പറയണ്ടല്ലോ. അതിലൊന്നായിരിക്കാം ഈ ഔട്ട്ഡോർ കട്ട്. രജനികാന്തിനെ വെച്ച് കാർത്തിക് സുബ്രാജ് ചെയ്ത പേട്ട എന്ന ഫാൻ ബോയ് സംഭവം പോലുള്ള ഫീലാണ് ഗുഡ് ബാഡ് അഗ്ലി ടീസർ കാണുമ്പോൾ തോന്നുന്നത്. കളർ ഗ്രേഡിങ്ങും സെറ്റുമൊക്കെ സംവിധായകന്റെ മാർക്ക് ആന്റണി ലോകത്തെ അനുസ്മരിക്കും വിധമാണ് കാണാൻ കഴിയുന്നത്. ഈ ഷോട്ടിൽ അജിത് ഇരിക്കുന്നത് മുമ്പ് കാണിച്ച ജയിൽ ഷോട്ടിലുള്ള ഈ സ്ഥലമാണ്. ഇതിലെ ഡെക്കറേഷനും തടവ് പുള്ളികൾ ഒരുമിച്ച് നിൽക്കുന്നതുമായുള്ള ഷോട്ടൊക്കെ വെച്ച് ഒരു ജയിൽ റോക്ക് സോങ് പ്രതീക്ഷിക്കാം. ബില്ല പോലെ മറ്റ് സിനിമകളെ റെഫറൻസ് നോക്കിയാൽ ദീനേശ് സ്മരിക്കും വിധമുള്ള ഈ ലുക്ക്, വേതാളത്തിലെ സിഗ്നേച്ചർ സ്റ്റൈൽ, വാലിയിലെ ബബിൾ ഗം ചൂയിങ് സ്റ്റൈലും അത് എന്ന സിഗ്നേച്ചർ ഡയലോഗും ശാലിനി മുത്ത് അഭിനയിച്ച അമർക്കളത്തിലെ ലുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ സുലാൻ.